ഒന്നെ എന്തേ നീ ഗാന്ധിനല്ല പ്രിയയുടെ പുറകിൽ നടക്കണ്ട, അവളെ പ്രേമിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. പ്രേമിക്കുന്നുണ്ട്? അതിന് ഇത് നമ്മുടെ ബ്രോയാ, 10 മാസമായിട്ട് പ്രേമിച്ചോണ്ടിരിക്കുക. ആരെ? എന്നെയോ? അല്ല, പ്രിയനെ. അത് എന്റെ അടുത്ത് പറയാതെ അവളുടെ അടുത്ത് പോയി പറഞ്ഞ പോങ്ങന്മാരെ. എന്താണ് ബ്രോ? ചോദിച്ചോ. പൊന്നു പോനെ, നീ ആ പരിസരത്തേക്ക് നീ പോരും. എന്താ അവിടെ വല്ല കണ്ടെയ്ൻമെന്റ് സോണാണോ? വല്ല പണി നടക്കുന്നുണ്ടോ അവിടെ? എന്താണ് ബ്രോ? ഗൗരവം ചോദിച്ചോ. എടാ, നീ വെറുതെ അവളുടെ പുറകിലാണെന്ന് സമയം കളയണ്ട. ഇവന്റെ റേഞ്ച് എന്ന് നിനക്കറിയില്ല. ഇവൻ അത്ര വലിയ റേഞ്ച് ഒന്നുമില്ല. ഇവൻ അതിനുള്ള വാല്യൂ ഒന്നുമില്ല. അവളെ പ്രേമിക്കാനുള്ള വാല്യൂ ഒന്നും ഇവനില്ല. എടാ, ഇവ ഇങ്ങനെ ഞൊടിച്ചോ 10 പ്രിയന്മാർ ഇവിടെ ലൈനിൽ വന്ന് നിൽക്കും. എന്താ ഇത്രയും കാലമായിട്ട് എന്താ ഞൊടിച്ചിട്ട് സൗണ്ട് കേട്ടില്ലേ? ഇങ്ങനെ സൗണ്ട് കേട്ടില്ലേ? എന്താണ് ബ്രോ ഇത്? എടാ അവനെന്തെങ്കിലും ബ്രോ എന്റെ അടുത്ത് വരാണ്ട് ചോദിക്കണം പോത്തങ്ങട്. നീ കാരണം എന്റെ ബ്രോ കടന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു. ഇനി നീ അവിടെ കാണണ്ട, സ്നേഹിക്കണ്ട, പുറകിൽ നടക്കണ്ട. അങ്ങനെയൊക്കെ പറയും. ഞാനെങ്ങനെ സമ്മതിക്കാം? ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചോണ്ടിരിക്കുക 10 മാസമായിട്ട്. ഞാൻ അവള് ചത്തു പട്ടികളെ. എടാ, അവക്ക് പിന്നെ ഇഷ്ടമാണെന്ന് അങ്ങനെ ഒരു കാര്യം ഉള്ളതാ. എന്നിട്ടാണോടാ പോത്തെ നീ എൻ്റെ അടുത്ത് പറയാണ്ടിരുന്നത്? പക്ഷെ അത് പറഞ്ഞ നീ ചോദിക്കാൻ വരില്ല, അതല്ലേ ഞാൻ അത് പറയാൻ. ബ്രോ, അതായത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ് ബ്രോ. അത് വിട്ട് കളഞ്ഞേക്ക്. മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതല്ലോ, വിട്ടുകളോ? അങ്ങനെ വിടില്ലടാ. ഇവിടെ തന്നെ നിൽക്കടാ. ഇവിടെ തന്നെ ഞാൻ ആളെ കൂട്ടി വരണ. ഇവിടെ തന്നെ നിൽക്കി. രണ്ടു പോരുത്. നാട്ടുകാരുടെ തല്ല് മൊത്തം കൊള്ളാനായിട്ട്. അല്ലെങ്കിൽ ഒരു കേസ് കഴിഞ്ഞ് ഇന്നലെ ഇറങ്ങിയുള്ളൂ. 10 മാസമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. 10 മാസം നോക്കിക്കൊണ്ടിരുന്നോ? ആമ്പിള്ളേരെ അവളെ കൊണ്ടുപോയി. ഇനി വരും 10 പേരെ കൂട്ടിയിട്ട്. 10 അല്ല 10,000 പേര് വന്നാൽ പ്രിയക്ക് വേണ്ടി നെഞ്ചും പിടിച്ചേക്ക് ഞാൻ. ഇപ്പൊ വാടാ. ഓടിക്കോടാ, അവൻ ആളെ കൂട്ടി വന്നടാ.